ക്രിമിനലുകൾ നിയമം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരാണ് എങ്കിൽ, ക്രമസമാധാന പാലനത്തിന് വിഘാതമായി നിൽക്കുന്നവരാണ് എങ്കിൽ, പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക്, സ്വത്തിന്, ജീവന്, ആരോഗ്യത്തിന് വെല്ലുവിളി ഉയർത്തുന്നവരാണ് എങ്കിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ട പോലീസുകാരെ ക്രിമിനലുകൾ എന്ന് വിളിക്കേണ്ടി വരും. നമ്മളിൽ സാധാരണക്കാരിൽ സാധാരണക്കാർ എന്തെങ്കിലും ഒരു അനീതിക്ക്, അന്യായത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ ഓടിച്ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. നമുക്ക് നേരെ, നമ്മുടെ ആരോഗ്യത്തിന് നേരെ, നമ്മുടെ സുരക്ഷയ്ക്ക് നേരെ ആരെങ്കിലും വിരലുയർത്തുകയാണ് എങ്കിൽ കാക്കിയിട്ടൊരു മനുഷ്യനെ നമ്മുടെ സമീപത്ത് എവിടെയെങ്കിലും കണ്ടാൽ നമുക്ക് സുരക്ഷിതത്വം തോന്നും. അങ്ങനെയല്ല ചിലരെങ്കിലും സേനയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നത് എന്നത് തെളിയിക്കുന്നതാണ് VS സുജിത് എന്ന ചെറുപ്പക്കാരന്, യൂത്ത് കോൺഗ്രസ് നേതാവിന് കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ വെച്ച് നേരിടേണ്ടി വന്ന അതിക്രൂരമായ മർദ്ദനം. ആ മർദ്ദനം പിന്നീട് ഒളിച്ചു വെക്കാൻ വേണ്ടി പോലീസ് സംവിധാനം ആകെ പരിശ്രമിച്ച രീതി. എന്നിട്ട് ഇപ്പോൾ ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പണം, കൈക്കൂലി ഓഫർ ചെയ്യുന്ന രീതി. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പോലീസിന്റെ ആത്മവീര്യത്തിന് നിരക്കാത്ത എന്തെങ്കിലും സംഭവിക്കുന്നു എന്ന് ഒറ്റപ്പെട്ട സംഭവങ്ങളെ എഴുതിത്തള്ളുന്ന രീതി പോരാ. കാക്കിക്കുള്ളിൽ വിശദമായ ചികിത്സ വേണ്ടതുണ്ട് എന്നതു തന്നെയാണ്. ഏറെ ചീത്തപ്പേര് കേട്ടിട്ടുണ്ട് ആദ്യകാലത്ത്, അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് പോലീസ് സേനയുടെ പേരിൽ. അന്നൊക്കെ ആത്മവീര്യം എന്നൊരൊറ്റ വാക്കുകൊണ്ട് ചെറുക്കാൻ സംവിധാനം പുറപ്പെട്ടപ്പോൾ പിന്നീട് ഒരു തിരുത്തലിൻ്റെ ഭാഗമായും അതിൽ കുറവ് വന്നു എന്നത് ശരിയാണ്. പക്ഷേ ഇപ്പോഴും പോലീസ് സേനയ്ക്കുള്ളിൽ സംഭവിക്കുന്ന ഇത്തരം കാര്യങ്ങൾ തെളിവ് സഹിതം ദൃശ്യങ്ങളായി നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ എത്രയുണ്ട് സുരക്ഷിതത്വം? ആരാണ് യഥാർത്ഥത്തിൽ ക്രിമിനലുകൾ എന്ന ചോദ്യം വീണ്ടും വീണ്ടും നമ്മുടെ മുന്നിലേക്ക് വരികയുമാണ്. ശ്രീ ജിൻഷ ജനാസ്, അവിശ്വസനീയമായ ഒരു വാർത്തയാണ് ഇതിപ്പോ. കസ്റ്റഡിയിൽ ക്രൂരമായ മർദ്ദനത്തിനിരയാകുന്നു ഒരു മനുഷ്യൻ എന്നുള്ള വാർത്തകൾ നമ്മൾ ഏറെ കേട്ടിട്ടുണ്ട്. ദൃശ്യങ്ങളടക്കം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴാണ് നമുക്കതിന്റെ തീവ്രത മനസ്സിലാകുന്നത്. ഈ രീതിയിൽ പോലീസ് സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് കേരളത്തിൽ? ശ്രീമതി മാധു, ആ ചോദ്യം ഒന്ന് ക്ലിയറാക്കി ചോദിക്കാവോ? ഞാൻ കേട്ടില്ലായിരുന്നു. അല്ല, ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പോലീസ് സംവിധാനം പ്രവർത്തിക്കുന്നത് എന്നതിന് തെളിവാവുകയാണോ ഈ ദൃശ്യങ്ങളും ഈ വാർത്തയും എന്നുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ പണവാഗ്ദാനം അടക്കമുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നു എന്നാണ് സുജിത്ത് ആരോപിക്കുന്നത്. ശ്രീമതി മാധു, ഏകദേശം 9 വർഷമായി കേരളത്തിലെ പിണറായി സർക്കാർ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള, ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള കേരളത്തിലാണ് ഞാനും നിങ്ങളുമെല്ലാം ജീവിക്കുന്നത്. ഈ 9 വർഷം കൊണ്ട് കേരളത്തിലെ പോലീസ് സേന ഇത്രയും അതം പതിച്ചൊരു കാലഘട്ടം ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഉണ്ടായിട്ടില്ല എന്നതിൽ നമുക്ക് ആർക്കും ഒരു തർക്കമില്ല. കേരളത്തിൽ EMS മുതൽ പിണറായി വിജയൻ വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരിൽ ഇത്രയും മോശം ഒരു പോലീസ് സേന അല്ലെങ്കിൽ പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളാരും കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ഇതൊരു രാഷ്ട്രീയപരമായി ഈ ഇടതുപക്ഷ സർക്കാരിനെ ആക്രമിക്കാനോ അവരെ തരം താഴ്ത്തി പറയാനോ ആഗ്രഹിക്കുന്നതല്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം തലശ്ശേരിയിലെ കാളിമുത്തു എന്ന ചെറുപ്പക്കാരൻ, പിണറായിയിലെ ഉനൈസ് എന്ന മനുഷ്യൻ, കളിക്കവിളയിലെ അനീഷ്, തൊടുപുഴയിലെ രജീഷ്, വരാപ്പുഴയിലെ ശ്രീജിത്ത്, പീരുമേട്ട് രാജ്കുമാർ, താനൂരിലെ താമര ജിഫ്രി, ആലുവയിലെ മൂഫിയ പർവീൻ, ഇരമ്പനം കർഷക കോളനിയിലെ മനോഹരൻ എന്ന് പറയുന്ന മനുഷ്യൻ, വടകരയിലെ സജീവ്, കൊല്ലത്തെ പട്ടാളക്കാരനായിരുന്ന നമ്മളെല്ലാം ദൃശ്യങ്ങളിൽ കണ്ട് പോലീസ് ക്രൂരമായി മർദ്ദിച്ച വിഘ്നേഷ് എന്ന ചെറുപ്പക്കാരൻ, കുണ്ടറയിലെ കുഞ്ഞുമോൻ എന്നൊരു മനുഷ്യൻ. അതുപോലെ ഒട്ടനവധി കേസുകളാണ് കേരളത്തിലെ പോലീസ് ചെറിയ പെറ്റി കേസിൽ പിടിച്ചിട്ട് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത്, ഉരുട്ടിക്കൊന്നിട്ടുള്ളത്, അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി കേരളത്തിലെ പോലീസ് സേന മറ്റു ആളുകളെ ആക്രമിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. എന്തിനേറെ പറയണം, കേരളത്തിൽ മാങ്ങ മോഷ്ടിക്കുന്ന പോലീസ് ആയി കേരളത്തിലെ പിണറായി വിജയൻ്റെ പോലീസ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ SFIയുടെ പ്രവർത്തകനായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, പിണറായി വിജയനെ ചിത്രം കണ്ട് ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ പോലീസിൻ്റെ നരനായാട്ടിൽ പ്രതിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ പോലീസിൻ്റെ വേട്ടയാടലിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തതും ഇതേ കേരളത്തിലാണ്. എത്രയോ പരാതി കൊടുക്കാൻ വരുന്ന പോലീസ് സ്റ്റേഷനിലെ വനിതകളെ പീഡിപ്പിക്കുന്ന പോലീസായി ഈ ഇടതുപക്ഷത്തിൻ്റെയും പിണറായി വിജയൻ്റെയും പോലീസ് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ മൊത്തത്തിൽ ആകെ തുക പരിശോധിച്ചാൽ ഇപ്പോൾ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യുമ്പോൾ, എന്തിൻ്റെ പേരിലാണ് യൂത്ത് കോൺഗ്രസ് സമരം ചെയ്തത്? PSC അട്ടിമറിക്കപ്പെട്ടപ്പോൾ, പിൻവാതിൽ നിയമനം നടത്തിയപ്പോൾ യൂത്ത് കോൺഗ്രസ് സമരം ചെയ്തു. തൊടുപുഴയിലെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ബിലാൽ സമദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ആ ബിലാലിനെ
തെരഞ്ഞു പിടിച്ച് ലാത്തി കൊണ്ട് ഒരു കണ്ണടിച്ച് പൊട്ടിച്ച് ആ കണ്ണിന്റെ കാഴ്ച കളഞ്ഞ പോലീസാണ് ഈ കേരളത്തിലെ പോലീസ്. അതുപോലെ നെയ്യാറ്റിൻകരയിലെ വിഷ്ണു എന്ന ചെറുപ്പക്കാരന്റെ കാലിലേക്ക് ഗ്രനേഡ് എറിഞ്ഞ് കാലിന്റെ ചലനശേഷി നഷ്ടപ്പെടുത്തിയ പോലീസാണ് കേരളത്തിലെ പോലീസ്. കോൺഗ്രസ് സമരം ചെയ്യുമ്പോൾ ഇവരുടെ തലമണ്ടയടിച്ച് പൊട്ടിക്കുന്നു, കണ്ണിന് ഉന്നം വെച്ചടിക്കുന്നു, മൂക്കിന്റെ പാലം ഒടിക്കുന്നു, കൈകാലുകൾ തല്ലി ഒടിക്കുന്നു. ഇതിന്റെ അനന്തര ഫലമായി പിന്നീട് ചെറുപ്പക്കാർ, എത്രയോ ചെറുപ്പക്കാരാണ് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ ഭാരവാഹികളാണ് സ്ട്രോക്ക് വന്ന് കിടപ്പിലായത്. മരണപ്പെട്ടവരുണ്ട്, തലയിൽ രക്തസ്രാവം കാരണം മരണപ്പെട്ടവരുണ്ട്. ഇതെല്ലാം ഈ പോലീസിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന് ആരാണ് കടിഞ്ഞാനിടുന്നത്? ഇപ്പോ പത്തനംതിട്ടയിലെ SP ആയിരുന്ന വിനോദ് കുമാർ പോക്സോ കേസ് അട്ടിമറിച്ച കേസിൽ ഇപ്പോൾ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പോലീസ് അതോറിറ്റി കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ വിനോദ് കുമാറിന്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ പത്തനംതിട്ട ജില്ലയിൽ തന്നെ കേസുകൾ അട്ടിമറിക്കപ്പെട്ട്, അല്ലെങ്കിൽ കള്ളനെ ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ആ വിനോദ് കുമാറിന് മന്ത്രി വാസവന്റെ ഏറ്റവും അടുത്ത ആളാണെന്ന് പറഞ്ഞ് വിശ്വസ്തനായതുകൊണ്ട് പിന്നീട് നമ്മൾ കണ്ടത് ലോ ആൻഡ് ഓർഡറിൽ കേരളത്തിലെ AIG ആക്കി പ്രൊമോഷൻ കൊടുത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു സേഫായ പോലീസ് സേനയിൽ ഇരിപ്പിടം ഉറപ്പിക്കുന്ന സാഹചര്യമാണ്. ഇവിടെ പരാതി കൊടുക്കുന്നവരെ വേട്ടയാടുന്ന സാഹചര്യമാണ്. ഇവിടെ ഏതെങ്കിലും ചെറുപ്പക്കാരൻ പരാതി കൊടുത്താൽ, അവർക്ക് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നാൽ പോലീസ് FIR ചുമത്തി നേരെ കോടതിയിലേക്ക് അയച്ച് കോടതി വ്യവഹാരവുമായി എത്രയോ ആളുകളാണ് സമയവും പൈസയും ഈ കേരളത്തിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇതിനാര് കടിഞ്ഞാനിടും? കേരളത്തിലെ ആഭ്യന്തരമന്ത്രി, അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി, നമ്മൾ ശബരിമലയിൽ RSSന്റെ നേതാവ് പോലീസിനെ കൺട്രോൾ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ആ ശബരിമലയിൽ വത്സൻ തില്ലങ്കേരിയെ പോലെയുള്ള RSSന്റെ നേതാക്കന്മാർ പോലീസിന്റെ വയർലെസ് ഉപയോഗിച്ച്, മൈക്ക് ഉപയോഗിച്ച് ഭക്തജനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന സാഹചര്യമാണ്. അതുപോലെ കേരളത്തിൽ ഒട്ടനവധിയായ വിഷയങ്ങൾ, കേരളത്തിന്റെ പോലീസ് ആഭ്യന്തര മന്ത്രിക്ക് അദ്ദേഹത്തിന് ഈ കസേരയിൽ ഇരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഇവിടെ മാധ്യമ പ്രവർത്തനം നടത്തുന്ന മാധ്യമ സുഹൃത്തുക്കളെ വേട്ടയാടുന്നതും ഇതേ പോലീസല്ലേ? ഒരു സമരം കവർ ചെയ്യാൻ വന്നാലോ ആ ക്യാമറമാരെ തെരഞ്ഞു പിടിച്ച് അടിക്കുന്ന എത്രയോ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ ജലപീരങ്കി ഉപയോഗിച്ച് ക്യാമറകൾ നശിപ്പിക്കുന്ന കാഴ്ചയും നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണിത്. അതായത് കേരളത്തിൽ ആരൊക്കെ സമരം ചെയ്താലും അവരെ ആക്ഷേപിക്കുക, അവരെ തെരുവിൽ ആക്രമിക്കുക. അമ്പലപ്പറമ്പിൽ ഉത്സവം നടക്കുമ്പോൾ സ്വാഭാവികമായും ആവേശപ്പുറത്ത് ചെറുപ്പക്കാർ ഒന്ന് ഡാൻസ് കളിച്ചാൽ, അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാൾ നടക്കുമ്പോൾ ചെറുപ്പക്കാർ ഒന്ന് ഡാൻസ് കളിച്ചാൽ, അവിടെ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി സിനിമാ സ്റ്റൈലിൽ വരുന്നത് പോലെ ഈ നിലയ്ക്കുള്ള ആരോപണങ്ങൾ ആഭ്യന്തര വകുപ്പ് കേൾക്കേണ്ടി വരുന്നത്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ വക്താക്കളിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് സർക്കാർ ചിന്തിക്കേണ്ടതാണ്. പോലീസിന്റെ അധികാരം എന്ന് പറയുന്നത്, പോലീസിന്റെ അവകാശം എന്ന് പറയുന്നത് അത് ക്രമസമാധാന പാലനമാണ്. അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കണം. അല്ലാതെ ആളുകളെ പിടിച്ചു കൊണ്ടുപോവുക, അവരെ തല്ലിപ്പഴിപ്പിക്കുക എന്ന നിലയ്ക്ക് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ചിന്തിക്കാനോ അനുവദിക്കാനോ കഴിയുന്നതല്ല എന്നുള്ളതാണ്. ശ്രീ VS സുജിത്ത് നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. സുജിത്ത് കേൾക്കാമോ? സുജിത്ത്, ഞാൻ ഇന്നലെ സുജിത്ത് സംസാരിച്ചപ്പോൾ സുജിത്തിനോട് ചോദിച്ചിരുന്നു, വാഹനത്തിൽ നിന്ന് അടക്കം മർദ്ദനമുണ്ടായോ എന്നുള്ളത്. ആ മർദ്ദനങ്ങളുടെ ഒക്കെ തുടർച്ചയായി വാർത്തകളൊക്കെ വരുന്നു, കേരളം അത് ഏറ്റെടുക്കുന്നു, വലിയ തോതിൽ ചർച്ചയാകുന്നു. ഇങ്ങനെയാണോ നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച് ആശ്ചര്യമുണ്ടാകുന്നു. ഈ പണവാഗ്ദാനം അടക്കമുള്ള കാര്യങ്ങൾ എപ്പോഴാണ് ഉണ്ടാകുന്നത്? വാഗ്ദാനം കേസ് പ്രൈവറ്റ് കംപ്ലൈന്റ് കോടതിയിൽ എടുത്തതിന് ശേഷമാണ് നമ്മളായിട്ട് സെറ്റിൽമെന്റിന് ഓരോ തവണയും എന്റെ സീനിയർ ആയിട്ടുള്ള നമുക്ക് റീസാറിന്റെ അടുത്ത് സംസാരിക്കുന്നത്. ഓരോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ നിരന്തരം കോണ്ടാക്ട് ആളിനായിട്ടാണ് ബന്ധപ്പെട്ടിരുന്നത്. പിന്നെ ഓരോ അവിടെ കുന്നോളം സ്റ്റേഷനിൽ മുന്നേയും ഇതുപോലെ ലോകമർദ്ദനത്തിന് ഇരയായിട്ടുള്ളൊരു ആളുടെ കേസ് ഇങ്ങനെ ഒത്തുതീർപ്പാക്കിയിട്ടുള്ള സെറ്റിൽമെന്റ് ആക്കിയിട്ടുള്ളൊരു സ്റ്റേഷനും കൂടിയിട്ടാണ് ഇവിടുത്തെ കുന്നോളം സ്റ്റേഷനത്തെ മുന്നത്തെ ഒരു CA ആയിരുന്ന ഒരു ആള്. അപ്പോ ആളും തന്നെയാണ് സെറ്റിൽമെന്റ് സംസാരിച്ചിരുന്നത്. ഈ കേസിൽപ്പെട്ട ആളുകളല്ല, ഉന്നത ഉദ്യോഗസ്ഥരടക്കം അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തി. അതെ 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 അതെ. എത്ര ലക്ഷം രൂപയാണ്? 20 ലക്ഷം രൂപ എന്നുള്ളതാണ് സുജിത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത്. ആ പണം സ്വീകരിക്കാൻ നിർബന്ധിക്കുന്ന സാഹചര്യം ഉണ്ടായോ? നിർബന്ധിക്കില്ല, അതിനെയും വലിയ തുകയാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും സെറ്റിൽമെന്റ് നമ്മൾ തയ്യാറാണെങ്കിൽ എത്ര നമ്മൾ പറയണ ഓഫർ അവർ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു.
ആണ് അല്ലെ? പക്ഷേ സുജിത പണം സ്വീകരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അത് തുറന്നു പറയുകയുമാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയധികം നിർബന്ധ ബുദ്ധിയോടെ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകണമെന്ന് തോന്നിയത്? അത് നമ്മുടെ ഒരു ആവശ്യമാണ്. കാരണം ഞാൻ പൊതുപ്രവർത്തകനായതുകൊണ്ട് എനിക്കത് നമ്മളെ പറ്റിയിട്ടുള്ളൊരു ഒരു എന്താ പറയാ, നമ്മളെ അത്രയും ക്രൂരമായിട്ടുള്ള ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നാളെ ആര് തന്നെ ആയാലും നമ്മള് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രവർത്തനം കയറി ചെല്ലുമ്പോൾ ഒരു ആൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളൊരു നമുക്ക് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലേ? അതിനനുസരിച്ച് അവര് നമ്മളെ എതിർക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മള് പറയുന്നത് കേൾക്കാനോ ഒന്നിനും ഒരു താല്പര്യം അവര് കാണിക്കുന്നില്ല. അവര് നമ്മളതിനെ എങ്ങനെയും അവർക്കെതിരെ നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ അവര് ഒതുക്കി തീർക്കുക എന്നുള്ളൊരു നിലപാടാണ് പോലീസിന്റെ ഇതില്ല. അത് ഉണ്ടാവാൻ പാടില്ല, ചൂഷണ രീതിയിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് നമ്മളൊരു ഉണ്ടായിരുന്നത്. ഈ പോലീസ് സ്റ്റേഷനിൽ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കാൻ കഴിയുമെന്നതൊക്കെ പോലീസുകാർക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയുന്നത്. പക്ഷെ അവിടെ വെച്ച് തന്നെ കുനിച്ചു നിർത്തി ഇടിക്കാനൊക്കെ തയ്യാറാകുന്നത് അതൊരു വല്ലാത്ത ധാർഷ്ട്യമാണല്ലോ സുജിത്ത്. ഇതൊന്നും ചോദിക്കാനും കണ്ടുപിടിക്കാനും ആരും വരില്ല എന്നൊരു ആത്മവിശ്വാസം പ്രകടമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും അതില് മെയിൻ ആയിട്ട് എന്താ പറയാ, ഇത് കിട്ടില്ല എന്നുള്ളൊരു വിശ്വാസം അവർക്ക് ആരോ കൊടുത്തു എന്ന് പറഞ്ഞ പോലെ അവരുടെ പെരുമാറ്റം. അതുപോലെ അതില് മെയിൻ ആയിട്ട് CCTV ഉള്ളടുത്ത് തല്ലാത്ത ഒരു മുതിർന്ന വലുത് ഏജ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ശശിധരൻ എന്നുള്ള ആള് എന്നെ ആദ്യം അടിക്കണത് സ്റ്റേഷന്റെ പുറത്തേക്ക് വന്നിട്ട് ജീപ്പ് കയറിനൊക്കെ മുന്നെയാണ് എന്നെ പുറത്ത് വെച്ചിട്ടാണ് എന്നെ ആയിത്തടി അടിക്കണേ. അത് കഴിഞ്ഞിട്ട് ആള് എന്റെ അടുത്ത് പറയാണ് നീ സ്റ്റേഷനിലേക്ക് വായു എന്നുള്ളത് എന്റെ അടുത്ത് ഭീഷണിയുടെ സ്വരത്തിൽ എന്നോട് ഇങ്ങനെ പറയാം. അത് കഴിഞ്ഞതിന് ശേഷം ഈ ആള് CCTV ഉള്ള സ്ഥലത്ത് എന്നെ മർദ്ദിക്കുന്നില്ല. ആള് എന്നെ ആളും അവരെ അവിടെ തല്ലാതെ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഡ്രൈവർ ഷുഹൈർ, അതിലെ ഹൈറ്റ് വന്നിട്ടുള്ള ആളും ആളടക്കം ഈ 5 പേരും കൂടിയിട്ടാണ് മേലെ കൊണ്ടുപോയിട്ടാണ് എന്നെ നല്ല രീതിയിൽ മർദ്ദിക്കുന്നത്. ശരി, അവിടെ വെച്ച് ഈ കാലിനടിയിൽ ചൂരൽ കൊണ്ട് അടിച്ചു. അതെ, കാലിന്റെ അടിയിലേക്ക് 15 തവണ തുടർച്ചയായിട്ട് 15 തവണ അടിക്കുക, എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ ചാടാൻ പറയുക. അതാണ് അങ്ങനെ ഒരു 3 സെറ്റ് ഒരു 45 തവണ എന്ന് പറയാം. അത്രയ്ക്കും അടിച്ചിട്ടുണ്ട് എന്നെ. 45 തവണ കാലിനടിയിൽ അടിച്ചു, 15 തവണ അടിച്ചിട്ട് ചാടാൻ പറഞ്ഞു. ചാടാൻ പറയും. ഇതൊക്കെ എന്ത് വീണ്ടും ഇരിക്കും, വീണ്ടും അടിയും. അങ്ങനത്തെ ഒരു ഇതിവർ സാധാരണഗതിയിൽ ഇങ്ങനെ ചെയ്യുന്ന ഈ വീരവാദം പറച്ചിലൂടെ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. ഇവിടെ കുന്നോളം സ്റ്റേഷനിൽ ഇപ്പൊ എന്റെ സീനിയറായിട്ടുള്ള എന്റെ പറയണ്ടായി. ഈ മുന്നത്തെ CA ഓഫീസായിരുന്ന ഓഫീസിൽ നേരെ പ്രതികളെ കൊണ്ടുപോയിട്ട് അവിടെയാണ് ശരിക്കും ക്രൂരമായ മർദ്ദനം നടക്കുന്നത്. അവിടെ ഇതുവരെ CCTV ഇല്ല. അതുപോലെ ഈ സ്റ്റേഷന്റെ രണ്ടാമത്തെ നിലയിലും രണ്ടാമത്തെ ഫ്ലോറിലും CCTV ഇല്ല. അവിടെ കൂടി ഇത് CCTV ഉൾപ്പെടുത്തണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇന്നിപ്പോ സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട്. സ്റ്റേഷന്റെ എല്ലാ ഇതിപ്പോ കസ്റ്റഡിയിലെടുത്ത് വണ്ടിക്കകത്തിട്ട് ജീപ്പിനകത്തിട്ട് ചവിട്ടിക്കൂട്ടുന്ന പോലീസുകാർക്ക് എവിടെയൊക്കെ CCTV വെച്ചാലും അത് ചെയ്യാമല്ലോ. ഞാൻ ഇന്നലെ സുഹൃത്തിരുന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇറങ്ങുമ്പോൾ തന്നെ സുഹൃത്ത് മുണ്ടും വാരി പിടിച്ച് ഇറങ്ങുന്നതാണ് ഞാൻ കണ്ടത്. അപ്പൊ അതിനു മുൻപ് ഷർട്ട് വലിച്ചു കീറി, അതിനു മുമ്പ് തന്നെ മർദ്ദനം നടന്നു. ജീപ്പിൽ കയറ്റുമ്പോ തന്നെ ഞാൻ പറയുന്നുണ്ട്, എനിക്ക് എന്നെ തല്ലേണ്ട കാര്യമില്ല. ഞാൻ ചോദിക്കുമ്പോ അത്രയും അവർ ഷൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറയുന്ന ഒരു കേൾക്കാതെ തയ്യാറാവുന്നില്ല. അപ്പൊ അത് നമ്മള് ഷൗട്ട് ചെയ്ത് സംസാരിച്ച കാരണമാണ് അത് കൂടുതലും അവർക്ക് ഒരു വൈരാഗ്യത ഉണ്ടാവാൻ ഒരു കാരണം. അപ്പൊ തല്ലേണ്ട കാര്യമില്ല, സ്റ്റേഷനിലേക്ക് എന്റെ കൊണ്ടുവരേണ്ട കാര്യമില്ല. വെറുതെ പ്രഷർ കൂട്ടി വെറുതെ ഞാൻ കയറാൻ കൂട്ടാക്കിയില്ല. കയറാൻ കൂട്ടാക്കിയില്ല എന്റെ തെറ്റില്ല. പിന്നെ അതിനായിട്ട് നമുക്ക് കാര്യമില്ല. പോലീസുകാരെ കണ്ടാൽ അവരോട് സംസാരിക്കാൻ പാടില്ല, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാൻ പാടില്ല എന്നൊന്നും എവിടെയും ഇല്ലല്ലോ. അങ്ങനെ ജനങ്ങൾ ചോദിച്ചാൽ ജനങ്ങളോട് മറുപടി പറയുക എന്നുള്ളതൊക്കെയാണ് ജനമൈത്രി കാഴ്ചപ്പാട് എന്നുള്ളതൊക്കെയല്ലേ നമ്മൾ കേൾക്കുന്നത്. ഈ ഇടിയൻ പോലീസുകാരാണെന്ന് കണ്ടാൽ അറിയാൻ കഴിയില്ലല്ലോ. ഞാൻ വരാം സുജിത്ത്, ഒന്ന് തുടരണേ. സക്രിയ ജോർജ്, ഇത് അവിശ്വസനീയമായ കാര്യങ്ങളാണ് ഈ കേൾക്കുന്നത്. ഇത് നോക്കൂ, ഇവിടെ അടിയന്തരാവസ്ഥ കാലത്തെ ക്യാമ്പുകളിലൊക്കെ ഇങ്ങനെ ഒക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. VS അച്യുതാനന്ദന്റെ ഓർമ്മകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം മരിച്ച സമയത്തൊക്കെ കേൾക്കുമ്പോൾ പറഞ്ഞ് കേട്ടതിലൊക്കെയാണ് ഈ തരത്തിലുള്ള മൂന്നാം മുറകളൊക്കെ കേട്ടിട്ടുള്ളത്. 15 തവണ കാലിനടിയിൽ അടിക്കുക, അതിനുശേഷം ചാടാൻ പറയുക, അങ്ങനെ 3 സെറ്റ് ആവർത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതെന്താ വല്ല കലാരൂപവുമാണോ? ഇത് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ 2 ആസ്പെക്ട്സ് ആണ് നോക്കേണ്ടത്. ഒന്ന്, ഈ പോലീസ് സ്റ്റേഷനിൽ വരുന്നവർക്ക് സുരക്ഷിതത്വം ഉണ്ടാക്കാൻ വേണ്ടി, അവരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി
18 ഡിസംബർ 1996 സുപ്രീം കോടതിയുടെ DK ബാസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ കേസിനകത്തെ വിധിയുണ്ട്. അവിടെ മനുഷ്യാവകാശം എങ്ങനെയാണ് ഉയർത്തിപ്പിടിക്കേണ്ടതെന്ന് അവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ വിധിയും മുഖ്യമന്ത്രിയുടെ അതിനോട് ചേർന്നുള്ള 10 കൽപ്പനകളും പോലീസ് സ്റ്റേഷനിൽ കോമൺ പ്ലേസിൽ എഴുതി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങളെപ്പറ്റി ഉള്ള ഒരു ബോധവൽക്കരണത്തിനെ പറ്റിയും പോലീസ് ഈ രാജ്യത്തെ നിയമത്തെ ആദരിച്ചുകൊണ്ട് ജോലി ചെയ്യാനുമുള്ള ഒരു ഇനിഷ്യേറ്റീവായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലെ ആൾക്കാർക്ക് സുപ്രീം കോടതിയെ വിധിയെ വെല്ലുവിളിക്കാൻ അവർ തയ്യാറായിരിക്കുന്നു. ഇപ്പം നമുക്കിവിടെ താഴേക്കടയിലൊന്നും ചെയ്യില്ല. ആരെങ്കിലും ഉന്നതനായ ഒരു ജഡ്ജ് ഇത് സുവമോട്ടോ എടുത്ത് ഇതിനകത്ത് ചോദിച്ചാൽ, എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ, ഇന്നലെ ഇത്തരത്തിൽ പറഞ്ഞ DIGയുടെയൊക്കെ രീതിയൊക്കെ അങ്ങ് മാറും. കാരണം ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഏത് പോലീസ് ഉദ്യോഗസ്ഥനും ആയിക്കോട്ടെ, ഏത് പബ്ലിക് അതോറിറ്റി ആയിക്കോട്ടെ, ആർട്ടിക്കിൾ 141, 142, 144 പ്രകാരം, ഭരണഘടനയുടെ ആർട്ടിക്കിൾസ് പ്രകാരം സുപ്രീം കോടതിയുടെ വിധികൾ ഇത് അൺഡിസ്പ്യൂട്ടഡ് സെറ്റിൽഡ് ലോ ആണ്. അത് രാജ്യത്തെ നിയമമാണ്. അതുപോലെ അനുസരിക്കേണ്ടതാണ്. 78 വർഷത്തെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ആഘോഷിച്ചു. അപ്പോൾ എന്നിട്ട് ഒരു സാധാരണക്കാരന് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള പീഡനങ്ങളാണ് എങ്കിൽ നമുക്കതിനെ ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ളൊരു സത്യമാണ്. മേൽശാന്തിയായ സുജിത്തിന് പോലീസ് തീരുമാനിച്ച് നിത്യശാന്തി കൊടുക്കാനാണ് ശ്രമമെങ്കിൽ ഹാ കഷ്ടം എന്നേ നമുക്ക് പറയാനുള്ളൂ. ഇത് ഭരണാധികാരികളുടെ മുഖത്ത് നോക്കി ജനം ചോദിക്കണം. ഹാ കഷ്ടം, മേൽശാന്തിക്ക് നിത്യശാന്തിയാണോ എന്ന് ചോദിക്കണം. പക്ഷേ ഇത് ഒരു കാരണവശാലും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. എന്നാൽ അതേ സമയം തന്നെ CRPCക്കകത്ത്, അതായത് ഇപ്പോഴത്തെ BNSSനകത്തും അറസ്റ്റിനകത്ത് 36 മുതൽ 61 സെക്ഷൻ വരെ 35 മുതൽ 61 വരെ ഉള്ളതിനകത്ത് പറയുന്നുണ്ട് പോലീസിൻ്റെ അറസ്റ്റ് സംബന്ധിച്ചുള്ള അധികാരങ്ങൾ. അറസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ അമ്മയെ വെട്ടിക്കൊന്നവനെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമ്മയെ വെട്ടിക്കൊന്നവനെ നമ്മൾ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പം പോലീസുകാരെ കുത്തിക്കൊന്നവരെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. അവിടെയൊക്കെ ചിലപ്പോൾ നമുക്ക് പിന്നെ ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും. മിക്കവരും ഗുണ്ടകളൊക്കെ കത്തിയും വടിവാളും ഒക്കെ വെച്ചുകൊണ്ടാണ് പോകുന്നത്. ഇപ്പോഴും പലയിടത്തും തോക്കും ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ പോലീസിന് ചിലപ്പോൾ യൂസ് ഓഫ് ഫോഴ്സ് വേണ്ടി വരും. അതിനെ സുപ്രീം കോടതി ന്യായീകരിച്ചിട്ടുണ്ട് അവരുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജഡ്മെൻറ്റ് വഴി. അതിൽ പറയുന്നത് ദ പോലീസ് ഓഫ് കോഴ്സ് use force. Police can of course use force to quell a right or in self-defense. But the nature and extent of the force to be used under such circumstances have to be controlled within the legal limits of necessity and justifiability. അപ്പം തീർച്ചയായിട്ടും ജസ്റ്റിഫൈഡ് ബൈ ലോ ആയിരിക്കണം. ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാളെ കൊണ്ടുവന്ന് വെച്ച് ഇടിക്കുന്നതിന് അതിന് യാതൊരു ജസ്റ്റിഫയബിലിറ്റിയും ഇല്ല. അത് ഇല്ലീഗലാണ്. കാരണം ഞാൻ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. 2003 മനുഷ്യാവകാശ കമ്മീഷൻ നടത്തിയ ഒരു സെമിനാറുണ്ട്. അത് പോലീസിനും ഫോറസ്റ്റിനും പിന്നെ എക്സൈസിനും പിന്നെ അതുപോലെ തന്നെ പ്രിസണും എല്ലാം വേണ്ടി കൊടുത്ത ഒരു കോഴ്സായിരുന്നു. അതിനകത്ത് പറഞ്ഞ ഏറ്റവും വലിയ മഹത്തരമായ വാക്കാണ് അത് പറഞ്ഞത്, ദ കസ്റ്റോഡിയൻ ഷുഡ് പ്രൊട്ടക്ട് ദ കസ്റ്റഡി. ആരാണോ കസ്റ്റഡിയിൽ എടുക്കപ്പെടുന്നത് അവരെ കസ്റ്റോഡിയൻ, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ സംരക്ഷിക്കണം. അവരുടെ മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അവരാണ് അതിന് ഉത്തരവാദി. അപ്പോൾ ഈ ഇടികൾക്ക് അന്നത്തെ എൻക്വയറിയിൽ കോസി ജുഡീഷ്യലാണെന്നൊക്കെ ഇന്നലെ DIG പറഞ്ഞു. അതിൻ്റെ മഹത്തരമായ കുറേ വാക്കുകളൊക്കെ പറഞ്ഞു. അതൊന്നുമില്ല. സുപ്രീം കോടതി വിധിയെ ശിരസ വഹിച്ചുകൊണ്ട് ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. കാര്യം മെഹർ സിംഗ് വേഴ്സസ് ഡൽഹി പോലീസ് കമ്മീഷൻ കേസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, മോറൽ ടർപ്പിറ്റ്യൂഡ് കേസിനകത്ത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് പിരിച്ചുവിടാം. അതുപോലെ തന്നെ തോട്ടത്തിൽ രാധാകൃഷ്ണൻ സാറിൻ്റെ വിധിയുണ്ട്, ഡിസിപ്ലിൻ പോലീസ് ഫോഴ്സ് ക്യാൻ ഇൽ അഫോർഡ് ക്രിമിനൽസ് ഇൻ ദെയർ റാങ്ക്സ്. അപ്പം ഇതിനകത്ത് ക്രിമിനൽസിനെ അഫോർഡ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. അവരെ പുറത്താക്കണം. അതിന് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ എത്രയോ ചെറുപ്പക്കാർ ജോലി തന്നെയല്ല, ക്രിമിനലുകളെ നേരിടാൻ കൂട്ടത്തിൽ മികച്ച ക്രിമിനലുകളെ പോലീസ് യൂണിഫോം ഇടിക്കുക എന്ന് പറയുന്നതല്ലോ നയം. ഇപ്പൊ അങ്ങ് നേരത്തെ പറയുന്നുണ്ടായിരുന്നു, ശ്രീ സെക്രട്ടറി ജോർജ് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഈ പോലീസുകാർക്ക് അവരുടെ ബലം പ്രയോഗിക്കാം, ശരിയാണ്. പക്ഷേ ഇന്നത്തെ ആ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ആട്ടിൻകുഞ്ഞിനെ ചെവിക്ക് പിടിച്ച് കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോവുകയാണ്. മനുഷ്യ അന്തസ് എന്നൊക്കെ പറയുന്നതിനെ റെസ്പെക്ട് ചെയ്യാൻ മറ്റുള്ളവർക്ക് കഴിയണമല്ലോ. ഒരു മനുഷ്യന്റെ വസ്ത്രം വലിച്ചു കീറി കളയുമ്പോൾ അവന്റെ ആത്മവിശ്വാസത്തെയും ആത്മാഭിമാനത്തെയും ഒക്കെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇല്ലാതാക്കുന്നത്.
എന്നിട്ട് കൂട്ടം കൂടി വരുന്ന ആൾക്കും പോകുന്ന ആൾക്കും ഒക്കെ കൈവെക്കാൻ കഴിയുന്ന തരത്തിൽ വളരെ നിസ്സഹായനായി പെരുമാറുകയാണ്. തിരിച്ചൊന്ന് ചോദിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുക, തല്ലുക, ഇടിക്കുക, കൈമുട്ടുകൊണ്ട് പുറത്തിനിടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ, പിന്നെ കാണാത്ത പീഡനങ്ങളെല്ലാം ഈ നിലയ്ക്ക് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾക്ക് പോലീസിന് അധികാരം പ്രയോഗിക്കാൻ കഴിയുന്ന സാധ്യതകൾ എന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അധികാരം പ്രയോഗിക്കാൻ യാതൊരു അവകാശവും ഇല്ലാത്ത രീതിയിൽ അത് ദുരുപയോഗം ചെയ്ത് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ആ ചോദ്യങ്ങൾ ഉയരുകയും ചെയ്തത്. ശ്രീ നസീർ, ഈ നിലയ്ക്കിപ്പോൾ 2016 മുതൽ 2021 വരെയുള്ള കസ്റ്റഡി മരണങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളതാണ്. 2016 മുതൽ 2021 വരെ ഏതാണ്ട് 17 പേർ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 11. തുടർ ഭരണത്തിൽ ഇതുവരെ എത്ര പേർക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് എന്ന് ഇനി അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ അറിയുകയും ചെയ്യാം. കാരണം ആദ്യ ഭരണകാലത്ത് ഇത്രയധികം ചീത്തപ്പേര് കേട്ടിട്ടും എന്തുകൊണ്ടാണ് സേനയെ മര്യാദയ്ക്ക് നിർത്താൻ കഴിയാത്തത്? നോക്ക്, ഇവിടെ 2 വർഷം മുമ്പുള്ള സംഭവമാണ്. ഈ വാർത്ത പുറത്ത് വന്നപ്പോൾ തന്നെ പോലീസിൻ്റെ മേൽ നടപടി സ്വീകരിച്ചു, അവരെ സ്ഥലം മാറ്റി, നമുക്കറിയാം. പക്ഷെ ഇപ്പോൾ ഈ വീഡിയോ പുറത്ത് വരാൻ ഉള്ള വേറെ ഉദ്ദേശം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം മറയ്ക്കാനാണ് ഇപ്പോൾ ഇത് ഉയർത്തിക്കൊണ്ട് വന്നത്. എന്തായാലും ഈ സുജിത്തിന് സംഭവിച്ച ഈ പ്രശ്നം നമുക്കെല്ലാം വിഷമമുണ്ട്, ദുഃഖമുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഇത് രാഷ്ട്രീയം കലർത്തുന്നതും സർക്കാരിനെ വലിച്ചിഴയ്ക്കുന്നതും ദൗർഭാഗ്യകരമാണ്. കാരണം ഇപ്പോൾ ഈ 9 വർഷത്തിനിടയിൽ നിങ്ങൾ കസ്റ്റഡി മരണത്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞായിരുന്നു. നോക്കുക, വളരെ കുറവാണ് കസ്റ്റഡി മരണങ്ങളൊക്കെ, ലോക്കപ്പ് മർദ്ദനമൊക്കെ വളരെ കുറവാണ്. അത് അതിൻ്റെ രേഖകൾ പരിശോധിച്ച് മനസ്സിലാവും. ഇന്ന് ആർക്കും പോലീസ് സ്റ്റേഷൻ ധൈര്യമായി കയറി ചെല്ലാം. വിസിറ്റ് റൂമിലുണ്ട്, അവിടെ ഇരുന്ന് പോലീസിനോട് എന്താണ് ആവശ്യം എന്ന് പറയും. SI കാണാം, SHO കാണാം, സർക്കിളിനെ കാണാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പിണറായി സർക്കാർ നടപ്പിലാക്കി വരികയാണ്. പിന്നെ ഇതുപോലത്തെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുക, അതിൻ്റെ പോലീസിൻ്റെ കടുത്ത നടപടി സ്വീകരിക്കും. അത് യാതൊരുവിധ സംശയമില്ല, അവരുടെ നടപടി ഉണ്ടാക്കും. ഈ കസ്റ്റഡി മരണങ്ങൾ വളരെ കുറവാണ് എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നതിന്റെ കാര്യം എന്താണ്? ഞാനതിന്റെ കണക്കാണ്, മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ച കണക്കാണ് നേരത്തെ പറഞ്ഞത്. ഇനി പോകട്ടെ, വളരെ കുറവ് എന്ന് പറയുന്നത് ഒരെണ്ണം നടക്കാൻ പാടുണ്ടോ? മാധു, കണക്ക് ഞാൻ പറഞ്ഞു തരാം. അല്ല, കണക്കവിടെ നിൽക്കട്ടെ, ഒരെണ്ണം നടക്കാൻ പാടുണ്ടോ? ഇപ്പോ പാടില്ല. ഇപ്പോൾ എൻ്റെ ഈ കോൺഗ്രസിൻ്റെ ഈ സുഹൃത്ത് ഇത് ആവശ്യമില്ലാതെ സർക്കാരിനെ വലിച്ചടച്ചു. ഇത് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചു കഴിഞ്ഞു. ഇത് പിണറായി രാജിവെക്കണം, പിണറായിയുടെ പിടിപ്പ് കേടെന്നൊക്കെ പറഞ്ഞു. നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്ന സമയത്ത് ഉരുട്ടിക്കൊല ഇവിടെ നടന്നു, ഈ കേരളത്തിൽ നടന്നതാണ്. ആദ്യത്തെ സംഭവമാണെന്നും LDFിൻ്റെ കഴിവ് കേടാണെന്നും ആഭ്യന്തര മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയാൻ ഈ കോൺഗ്രസ് വക്താവിന് യാതൊരുവിധ അർഹതയുമില്ല. നിങ്ങളുടെ മന്ത്രിയായിരുന്നില്ല ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്താണ് പ്രഭാവതി അമ്മയുടെ ഒരേ ഒരു മകനെ ഉരുട്ടിക്കൊന്നത്. ഈ ഫോർട്ട് സ്റ്റേഷനിൽ ഉരുട്ടിക്കൊല നടത്തിയത് LDF മന്ത്രിസഭ ആയിരുന്ന സമയത്തല്ല, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തല്ല, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത്, രമേശ് ചെന്നിത്തലയുടെ കയ്യിൽ ആഭ്യന്തരം ഉണ്ടായിരുന്ന സമയത്താണ് പ്രഭാവതി അമ്മയുടെ ഒരേ ഒരു മകനെ ഉരുട്ടിക്കൊന്നത്. അറിയാമോ? അങ്ങനത്തെ നിങ്ങൾ LDF സർക്കാരിനെയും പിണറായിയെയും രാജിവെക്കണമെന്ന് പറയാനുള്ള യാതൊരുവിധ അർഹതയും നിങ്ങൾക്കില്ല. അതുപോലെ നിഷ വധക്കേസിൽ കോൺഗ്രസിനോട് അങ്ങ് മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഇവിടുത്തെ സാധാരണക്കാർക്ക് ഇവിടെ ലോക്കപ്പ് മർദ്ദനങ്ങളോ ലോക്കപ്പ് മരണങ്ങളോ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയാനുള്ള അവകാശമുണ്ടോ? ഉണ്ടോ? മാധു, ഞാനൊരു കാര്യം പറയാം. ഈ 9 വർഷത്തിനിടയിൽ കസ്റ്റഡി മരണങ്ങൾ എത്ര ഒന്ന് എഴുതി വെക്കണം. അല്ല, അതാണ് നിയമസഭയിൽ പറഞ്ഞത്. 2021 വരെ മന്ത്രിയായിരുന്ന സമയത്ത്. അല്ല, ഇവിടെ തട്ടിൽ വെച്ച് തൂക്കി നോക്കുന്ന പരിപാടിയല്ല പറഞ്ഞത്. നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞ കണക്കാണ് ഞാൻ നേരത്തെ അങ്ങയോട് പറഞ്ഞത്. അപ്പോ ഇനി അവരുടെ കാലത്ത് ഇത്രയാണ്, ഞങ്ങളുടെ കാലത്ത് ഇത്രയാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഭരണത്തിൽ വന്നത് അവരുടെ കാലത്തെ മരണവും അവരുടെ കാലത്തെ പോലീസിന്റെ സ്വഭാവവും അതേപടി ആവർത്തിക്കാനല്ല എന്നുള്ളതാണല്ലോ നിങ്ങളുടെ അവകാശവാദം. ഞാൻ ചോദിക്കട്ടെ, നമ്പർ അവിടെ നിൽക്കട്ടെ. ഒരാൾ മരിക്കാൻ പാടുണ്ടോ? ഒരാൾക്ക് നിയമപരമല്ലാത്ത രീതിയിൽ മർദ്ദനമേൽക്കാൻ പാടുണ്ടോ? സുജിത്തിന് മർദ്ദനമേൽക്കാൻ പാടുണ്ടോ? പാടില്ല. അപ്പൊ അത് പാടില്ല എന്ന് ഉറപ്പിക്കേണ്ടത് ആരാണ്? മാഡം, ഈ സംഭവം നടന്ന് 24 മണിക്കൂറിനകത്ത് അവരെ സ്ഥലം മാറ്റി. സ്ഥലം മാറ്റുക എന്ന് പറയുന്നത് ചെറിയ ശിക്ഷ എന്നല്ല, വലിയ ശിക്ഷയാണ്. ഈ സംഭവം നടന്ന് 24 മണിക്കൂറിനിടയ്ക്ക് അവരെ സ്ഥലം മാറ്റിയോ? 4 പേരെ. ഈ കേസടക്കം കോടതിയിലേക്ക് പോവുകയും നടപടികൾ വരികയും ചെയ്ത സമയത്തല്ലേ ഈ സ്ഥലം മാറ്റം ഒരാഴ്ചക്കായിട്ടാണ് സ്ഥലം മാറ്റിയിട്ടുള്ളത്.
ശരി എന്തോ? ശരി, അത് ഒരു മിനിറ്റ് നടപടിക്രമങ്ങളാണല്ലോ. ഇനിയും ഇതിൽ പോലീസുകാർ, അതായത് ഈ CCTV ദൃശ്യങ്ങളിൽ ഇല്ലാത്ത ഇനിയും നടപടിക്ക് വിധേയരാകേണ്ട പോലീസുകാരുണ്ട് എന്നുള്ളതാണ് സുജിത്തിന് ഇപ്പോഴും പറയാനുള്ളത്. അതെ. സുജിത്തിനോട് പറയാനുള്ള, സുജിത്തിലെ രാഷ്ട്രീയം കലർത്തരുത്. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. നിങ്ങൾ ഇത് രാഷ്ട്രീയം കലർത്തി സർക്കാരിന് മേൽ നിങ്ങൾ രാഷ്ട്രീയം കലർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീതി കിട്ടുകയില്ല. നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരും, നിങ്ങളൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്. സർക്കാരിന്റെ നീതി വേണ്ട, കോടതിയുടെ നീതി മതി. എന്തോ ഏട്ടാ, പോലീസിനുള്ളൊരു നീതി നമ്മള് കിട്ടുന്ന യാതൊരു വിശ്വാസമില്ല. നമ്മള് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളൊരു നീതി കിട്ടുന്ന വിശ്വാസം. പ്രിയപ്പെട്ട ചേട്ടാ, ഞാൻ പറയുന്നത് പോലീസിൽ നിന്നൊരു നീതി കിട്ടുന്ന യാതൊരു ഉറപ്പ് എനിക്കില്ല. വിശ്വാസമുണ്ട്, നിയമത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതിലാവണ്ട, നിങ്ങള് നിങ്ങളുടെ സർക്കാരായിട്ടോ നിങ്ങളുടെ പാർട്ടിയായിട്ടോ യാതൊരു സഹായം നമുക്ക് വേണ്ട. നമ്മൾ കോടതിയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് നമ്മള് ആ രീതിയിൽ മൂവ്മെന്റ് നടത്തിക്കൊണ്ട് കേട്ടാ. സുജിത്ത്, പ്രിയപ്പെട്ട സുജിത്തെ, അവരെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. സ്ഥലം മാറ്റുക എന്ന് പറയുന്നത് ചെറിയ ശിക്ഷയല്ല. ഒരു മിനിറ്റ് അങ്ങ് തിരുവനന്തപുരത്ത് വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അങ്ങേ പോലീസുകാർ പിടിച്ചോണ്ട് പോകുന്നു, രാത്രി മുഴുവൻ ഇട്ട് മർദ്ദിക്കുന്നു, അങ്ങയുടെ കർണപുടം അടിച്ചു പൊട്ടിക്കുന്നു, അങ്ങേക്ക് കേൾവിക്കടക്കം പ്രശ്നം ഉണ്ടാകുന്നു. പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷന് പരാതി കൊടുക്കാൻ പോകുന്ന സമയത്ത് ആ പോലീസുകാരൊക്കെ 24 മണിക്കൂറിനുള്ളിൽ സ്ഥലം മാറ്റി. നിങ്ങൾ കേസ് കൊടുക്കണമെന്ന് നിങ്ങൾ സമ്മതിക്കുമോ? അല്ല, കേസ് കൊടുക്കാമല്ലോ, കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അല്ല, അത് പരിഹാരം, അതാണ് പരിഹാരം എന്ന് സമ്മതിച്ചു കൊടുക്കും. അതാണ് ഞാൻ പറയുന്നത്, അതാണ് പരിഹാരം എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കും. അവനവൻ അനുഭവിച്ച വേദനയ്ക്ക് കുറച്ച് ദൂരം യാത്ര ചെയ്ത് ജോലി ചെയ്താൽ മതി എന്ന് പറയുന്നൊരു പരിഹാരം മതിയോ? പാടില്ല. തീർച്ചയായിട്ടും ഇതിന് അന്വേഷണം നടക്കേണ്ടതുണ്ട്. അന്വേഷണ റിപ്പോർട്ട് കിട്ടണം. ആ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകും. എപ്പോഴാണ് പറഞ്ഞല്ലോ 2 വർഷമായല്ലോ. മന്ത്രി ശ്രീ പിണറായി വിജയനാണ്, അത് ഓർക്കണം. കടുത്ത നടപടി ഉണ്ടാകും, ഉറപ്പാണ്. അന്വേഷണം നടക്കും. പോലീസ് സ്റ്റേഷനിൽ കടന്ന് നീതിരഹിതമായി ഇടി കിട്ടിയപ്പോഴും ഇതൊക്കെ ഓർത്തിട്ടും ആലോചിച്ചിട്ടും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാനത് ആവർത്തിച്ചു വന്നത് നന്നായി. ശ്രീ ജിൻഷാദ്, കേരളത്തിലെ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നത് ഓർക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നടപടി ഉണ്ടാകും, അതുകൊണ്ട് തന്നെ കഠിനമായ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഇടത് സഹയാത്രികന്റെ ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസം ജനങ്ങൾക്കുണ്ടാകാൻ എന്ത് ചെയ്യണം? ശ്രീമതി മാധു, ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികൻ എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള വ്യക്തി, അദ്ദേഹം ആരാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം വളരെ രോക്ഷാകുലനായൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ്. ഞാൻ ആ മനുഷ്യനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, തലശ്ശേരി, പിണറായി, കളിക്കവള, തൊടുപുഴ, വരാപ്പുഴ, പീരുമേട്, താനൂര്, ആലുവ, ഇരുമ്പനം, വടകര, കൊല്ലം, കുണ്ടറ മുതൽ ഇപ്പോൾ ഈ പറയുന്ന ചൊവ്വന്നൂരിലെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിൻ്റെ കേസ് ഉൾപ്പെടെ ഒറ്റപ്പെട്ട സംഭവമാണോ? എത്ര ചെറുപ്പക്കാർ, ഇപ്പം തലശ്ശേരിയിലെ കാളിമുത്ത് എന്ന ചെറുപ്പക്കാരൻ ചെയ്ത തെറ്റെന്താ? അദ്ദേഹം ജോലിക്ക് പോയി തിരികെ വന്ന് അദ്ദേഹത്തിൻ്റെ വൈകിട്ടുള്ള സമയത്ത് ആ ബീച്ചിൽ, തലശ്ശേരി ബീച്ചിൽ അദ്ദേഹം ഡാൻസ് കളിച്ചു. അദ്ദേഹം ഒരു ദളിത വിഭാഗത്തിൽപ്പെട്ടൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹം മുടി ഇച്ചിരി നീട്ടി വളർത്തിയതിൻ്റെ പേരിൽ അദ്ദേഹം ആളുകൾക്ക് മുന്നിൽ ഡാൻസ് കളിച്ചപ്പോൾ എന്തോ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് ഇവൻ വേറൊരു വൈബിൽ ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരനെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി സ്റ്റേഷനിൽ ഇട്ട് മർദ്ദിക്കുന്നു. ഇതുപോലെ എത്രയോ കേസുകളാണ്. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമെന്ന് ഇവർക്കേ പറയാൻ പറ്റുന്നേ. ഇവർ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തെക്കുറിച്ചും രമേശ് ചെന്നിത്തലയുടെ കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ ഇവരെന്തിനാണ് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറഞ്ഞത് LDF വരും എല്ലാം ശരിയാകുമെന്ന്? ഇവർ അധികാരത്തിൽ വന്നത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചിട്ടല്ലേ. ഇവർ രണ്ടാമത് അധികാരത്തിൽ വന്നത് ഉറപ്പാണ് സമാധാനം, ഉറപ്പാണ് സ്ത്രീ ശാക്തീകരണം, ഉറപ്പാണ് വിദ്യാഭ്യാസം, ഉറപ്പാണ് സുരക്ഷ, ഉറപ്പാണ് മറ്റു കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് വീണ്ടും അധികാരത്തിൽ വന്നവർ ഇപ്പൊ പറയാണ് പിണറായി വിജയൻ രാജിവെക്കേണ്ട ആവശ്യമില്ലെന്ന്. പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ഞങ്ങളാരും പറഞ്ഞില്ല. കാരണം ഇനി 8 or 10 പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം മറയ്ക്കാനാണ് പറയുന്നത്. സാറേ, അല്ല, താങ്കൾ എന്റെ സമയത്തിൽ ഇടപെടണ്ട. പിന്നെ താങ്കൾ ഒരു 8 മാസം ഇരുന്നാൽ മതി. ആ അധികാരത്തിലിരിക്കുന്ന കേരളത്തിലെ ആഭ്യന്തര വാഴയെ, ആ വാഴയുടെ കൂമ്പ് നോക്കിയല്ല അതിന്റെ വേരോടെ നോക്കി കേരളത്തിലെ ജനാധിപത്യ പോരാട്ടത്തിൽ കേരളത്തിലെ ജനത എടുത്ത് പള്ളയിൽ കളയുമെന്നതിൽ യാതൊരുവിധ തർക്കമില്ല. ഞങ്ങൾക്ക് അതിൽ ജനങ്ങളിൽ വിശ്വാസമുണ്ട്. കാരണം കേരളത്തിലെ പ്രബുദ്ധരായ ജനത, അവർ ഇവിടെ ഈ അധികാരം കൊണ്ട് നിങ്ങൾ ഇവിടെ പൂണ്ട് വിളയാടുമ്പോൾ, നിങ്ങൾ അഴിമതി കൊണ്ടും പോലീസിന്റെ അക്രമം കൊണ്ടും ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ, ഞാൻ മാധുവിനോട് ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഈ
ചർച്ചയിൽ പങ്കെടുക്കുന്ന എൻ്റെ സഹ പാനലിസ്റ്റുകളോട് ഞാൻ ചോദിക്കുന്നത് മറ്റൊന്നുമല്ല. ഇപ്പോ സുജിത്ത് എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു 45 തവണയാണ് ആ ചെറുപ്പക്കാരന്റെ ഉള്ളംകാലിൽ ലാത്തി കൊണ്ടടിച്ചത്. എന്തിനാണ് ഇവർ ഉള്ളംകാലിൽ ലാത്തി കൊണ്ടടിക്കുന്നതെന്ന് അറിയുമോ? ഇവിടെ ഡോക്ടർമാർ പറയുന്നത്, ശാസ്ത്രം പറയുന്നത്, നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ സ്ഥാനത്തിന്റെ പ്രധാന ഭാഗമാണ് നമ്മുടെ ഉള്ളംകാല്. അതിൽ കിഡ്നിയും ലിവറും ഉൾപ്പെടുന്ന നമ്മുടെ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തിന് ക്ഷതമേൽക്കാൻ വേണ്ടി, അത് ജീവിതാവസാനം വരെ അത് ശരീരത്തിന് ഒരു ബുദ്ധിമുട്ടായി നിലനിൽക്കാൻ വേണ്ടി ഇവർ പഴയകാല മെത്തേഡിൽ, നമ്മൾ മനുസ്മൃതിയുടെ ഇരുണ്ട കാലഘട്ടത്തിലാണോ ജീവിക്കുന്നത്? ഇവർ ലാത്തി കൊണ്ടടിക്കുന്നു. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഗോവിന്ദസ്വാമിയെ പോലീസ് ആക്രമിച്ചതായിട്ട് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? TP ചന്ദ്രശേഖരനെ കൊന്ന കൊടിസുനിയും കിർമാണി മനോജനും മുഹമ്മദ് റാഫിക്കും ഷാഫിക്കും എല്ലാം പോലീസ് ലോക്കപ്പിൽ മർദ്ദനമേറ്റെന്ന് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ മറ്റ് ഗുണ്ടകൾക്കോ അല്ലെങ്കിൽ മയക്കുമരുന്ന് മാഫിയയെ ഇതുപോലെ പിടിച്ച് ക്രൂരമായി പോലീസ് ലാത്തി കൊണ്ട് അടിച്ചതായിട്ട് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ മാഫിയകൾക്കും ഗുണ്ടകൾക്കും പീഡിപ്പിക്കുന്ന ക്രിമിനൽസിനുമെല്ലാം പോലീസ് ബിരിയാണി വെച്ച് കൊടുക്കുന്നു, മട്ടൺ കഴിപ്പിക്കുന്നു, അവർക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കുന്നു, ജയിലിൽ അവർക്ക് മദ്യം വിളമ്പുന്നു, കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നു, അവർക്ക് ചുവന്ന പരവതാനി വീതിച്ച് ഈ പിണറായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ സമരം ചെയ്യുന്നവർ അല്ലെങ്കിൽ പോലീസിന്റെ ഈ പ്രവർത്തനം തെറ്റായ രീതിയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെല്ലാം ലാത്തി കൊണ്ട് ആക്രമിച്ചിട്ട് നീ ചെയ്യാൻ പറ്റുന്നത് ചെയ്യടാ എന്ന ദാർഢ്യം കാണിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ എൻ്റെ സഹപ്രവർത്തകനും മർദ്ദിച്ച പോലീസുകാരായിട്ടുള്ള ന്യൂമാനും അതുപോലെ സന്ദീപും ശശിധരനും സഞ്ജീവും ഉൾപ്പെടുന്ന പോലീസുകാരോട് പറയുന്നു, ഞങ്ങളിപ്പോ കേരളത്തിന്റെ സമരഭൂമിയിൽ സമര പോരാട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പറയുന്നത് ഈ 4 പോലീസുകാരെ പുറത്താക്കണമെന്നാണ്. സ്ഥലം മാറ്റം സുജിത്ത് കുറച്ച് സമയം കൂടി നമ്മളോടൊപ്പം ചർച്ചയിലുള്ളൂ. ഞാൻ ഒന്ന് പോയിട്ട് വരാം. ശ്രീ സുജിത്ത്, ഇത്രയധികം നിയമ പോരാട്ടം നടത്തി ആ CCTV ദൃശ്യങ്ങൾ എടുത്ത് മുന്നിൽ വെക്കുമ്പോഴാണ് ഇത്രയധികം ചർച്ചയാകുന്നതും സുജിത്തിന് നീതി വേണം എന്നുള്ള മുറവിളികൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇതൊന്നും ഉണ്ടാകില്ല. CCTV ദൃശ്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഈ സംവിധാനം എത്രത്തോളം കിണഞ്ഞു പരിശ്രമിച്ചു? ആദ്യം നമ്മള് CCTV അതായത് കിട്ടണം എന്നുള്ളൊരു താല്പര്യത്തിനുള്ള വിവരാവകാശ കമ്മീഷന്റെ അടുത്ത് നമ്മള് പറയുന്നത് എങ്ങാനും നഷ്ടപ്പെടുമോ എന്നുള്ളൊരു CCTV നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോ നമ്മള് അപേക്ഷിച്ചു. പിന്നെ അതിന്റെ ഒരു മറുപടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും അത് സൂക്ഷിക്കും എന്നുള്ളൊരു റിപ്പോർട്ടായിരുന്നു. നമുക്ക് മറ്റേ അഡീഷണൽ SP ആയിട്ടുള്ള സീത് സാറിന്റെ ഒരു റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. മറ്റേ തൃശ്ശൂരത്തെ IT വിഭാഗത്തിനത് പ്രിസർവ് ചെയ്തിട്ട് സൂക്ഷിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടെന്നാണ് അന്നത്തെ അന്വേഷണ റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പിന്നെ അതൊരു വിശ്വാസമായി. പിന്നെ അതിനുശേഷം നമ്മള് തുടർച്ചയായിട്ട് അത് CCTV കിട്ടാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്തു. അപ്പോ ആദ്യത്തെ വിവരാവകാശത്തിന്റെ മറുപടി നമുക്ക് ഉണ്ടായിരുന്നത് അന്നത്തെ CA ആയിരുന്ന ഷാജഹാൻ സാറിന്റെ മറുപടി ഉണ്ടായിരുന്നത് ആ സമയത്ത് ഒരു പോക്സോ കേസ് അവിടെ നടക്കുന്നത് കാരണം നമുക്ക് തരാൻ നിർവാഹമില്ല എന്നായിരുന്നു ആദ്യത്തെ മറുപടി ആളുടെ. അത് കഴിഞ്ഞ് നമ്മള് കഴിഞ്ഞിട്ട് പിന്നെ വിവരാവകാശന്റെ സിറ്റിംഗ് ഉണ്ടായിരുന്നു തൃശ്ശൂര് കളക്ടറേറ്റില്. അപ്പോ അവിടേക്ക് സിറ്റിങ്ങിന് പോയപ്പോ അന്നത്തെ ഒരു ദിലീപ് സാറ് വിവരാവകാശ കമ്മീഷന്റെ ഓഫീസർ, ആള് നമുക്ക് കൊടുക്കാനുള്ള CCTVയുടെ ഇങ്ങനെ ഒരു കാരണം ഷാജഹാൻ സാർ അപ്പോ അവിടെ സിറ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പോക്സോ കേസ് ആ സമയത്ത് നടക്കുന്നത് കാരണം കൊടുക്കാൻ നിർവാഹമില്ലായിരുന്നു. അപ്പോ ദിലീപ് സാർ പറഞ്ഞത് അവര് ആവശ്യപ്പെടുന്നത്, അതായത് പോക്സോ കേസിന് ശേഷമാണ് എന്നോട് കൊണ്ടുവരുന്നത്. ആ വിഷ്വൽസ് ആണ് ഇവർക്ക് കൊടുക്കേണ്ടത്. അത് കട്ട് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള ഏതാണെന്ന് വെച്ചാൽ കൊടുക്കേണ്ട ഒരു ഉണ്ടാവുന്നു. അപ്പൊ ഓക്കെ എന്നിട്ട് സാർ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിയുമ്പോഴാണ് അടുത്ത നമുക്ക് മറുപടി വരുന്നത്. അന്ന് ഉണ്ടായിരുന്ന CCTV നല്ല ടോട്ടലി കേരളത്തിലെ എല്ലാ സ്റ്റേഷനിലെയും CCTV റെക്കോർഡുകൾ കംപ്ലീറ്റ് റിമൂവ് ആയി പോയി. അതിനെ ഒരിക്കലും എടുക്കാൻ പറ്റില്ല എന്നൊരു മുടന്ത ന്യായമാണ് അന്നത്തെ CA ആയിരുന്ന ഷാജഹാൻ സാർ നമ്മളെടുത്ത് പറഞ്ഞത്. അതിന്റെ ശേഷം നമ്മൾ പിന്നെയും വിവരാവകാശ കമ്മീഷനെ അടുത്ത് ഇങ്ങനെ പരാതി വിട്ടു. അതിന്റെ പിന്നീട് അടുത്ത് ഒരു 2 മാസം മുന്നെയാണ് ലാസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒരു
ഹിയറിങ്ങിന് നമുക്ക് എന്തായാലും കൊടുക്കണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഇത് പുറത്തു വന്നാൽ കർശനമായ നടപടി ഉണ്ടാകും, വലിയ വാർത്തയാകും എന്ന തിരിച്ചറിവുണ്ട്. പക്ഷെ ആ തിരിച്ചറിവ് പിടിച്ചുകൊണ്ട് പോകുമ്പോഴോ തല്ലുമ്പോഴോ ഉണ്ടായില്ല. ഈ മുകളിൽ കൊണ്ടുപോയി മർദ്ദിച്ചു എന്ന് പറയുന്നത് ആ സമയത്ത് ഈ CCTV ഉള്ള എവിടെയും സുജിത്ത് ഇല്ല, സുജിത്തും ഈ പോലീസുകാരുമില്ല. ഈ കോടതിയിൽ എങ്ങനെയാണ് ഇതൊക്കെ പരിഗണിക്കപ്പെട്ടത്? കോടതിക്ക് നമ്മൾ എന്നെ അന്ന് 6-ാം തീയതി വൈകിട്ടാണ് മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് ആദ്യം കൊണ്ടുപോകുമ്പോ അവര് പറഞ്ഞിട്ടുള്ള 353 പ്രകാരം അതായത് ഞാൻ മദ്യവെച്ചുകൊണ്ട് കാരണം തടസ്സപ്പെടുത്തി പൊതുവലത്ത് പ്രശ്നം ഉണ്ടാക്കിയതാണ്. അതിലെ ഞാൻ മജിസ്ട്രേറ്റിന്റെ അടുത്ത് പറയുന്നുണ്ടായി, ഞാനൊരു മേൽശാന്തിയാണ്, ശാന്തി തൊഴിൽ ചെയ്തിരിക്കുന്നത്, പിന്നെ പൊതുപ്രവർത്തകനാണ്, അവരെ ഒരു മദ്യപിക്കാറില്ല, പൂർണ്ണമായിട്ട് മദ്യപിക്കാറില്ല. പിന്നെ എന്റെ ആരോഗ്യസ്ഥിതി അന്നത്തെ മോശമായിരുന്നു. അന്ന് കോടതിക്ക് എന്നെ റിമാൻഡ് ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ടുപോകുന്ന സമയത്ത്. അപ്പോ അങ്ങനെ എല്ലാവരെയും നിർത്തിക്കൊണ്ടാണ് മജിസ്ട്രേറ്റ് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. എനിക്ക് അവിടെ കസാര ഇട്ടുകൊണ്ട്, അതായത് എന്റെ അവസ്ഥ അത്രയും വളരെ മോശമായിരുന്നു. തല്ലി കിട്ടിയിട്ട് ശരിക്കും കാതിനെ അടി കിട്ടിയിട്ടുള്ളതിന്റെ തലയ്ക്കായിരുന്നു അതിന്റെ ശരിക്കും ഒരു പെയിൻ ഉണ്ടായിരുന്നു. ചെവി പൊട്ടി എന്ന് പറഞ്ഞല്ലോ, അപ്പോ ആശുപത്രിയിൽ പോകണമെന്ന ആവശ്യം സുജിത്ത് പോലീസുകാരോട് പറഞ്ഞോ? ഉണ്ടായിരുന്നു. അപ്പോ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടായിരുന്നു, താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടായിരുന്നു. പക്ഷെ അവര് ട്രീറ്റ്മെന്റ് ജസ്റ്റ് ഒന്നും അവരൊരു ചെറിയൊരു എന്തൊക്കെയോ ചെയ്തു. പക്ഷെ അതൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അതൊന്നും രാത്രി ഒന്നും തന്നെ ഉണ്ടായിരുന്നു, പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കാര്യമില്ല. പിന്നെ അവിടുന്ന് മറ്റേ ചാവക്കാട് മജിസ്ട്രേറ്റാണ് തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ചാവക്കാട് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞത്. അതായത് കാലിനടിയിൽ അടി കിട്ടിയതുകൊണ്ട് നിൽക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. പക്ഷെ മജിസ്ട്രേറ്റിന് അത് മനസ്സിലാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? മജിസ്ട്രേറ്റിന് അത് മനസ്സിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും. അത് കാരണമാണ് എനിക്ക് എന്നോട് കസാല ഇരുത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. ആള് മൊഴി എഴുതിയെടുക്കുക ചെയ്തത്, പരാതി എഴുതിയെടുക്കുക ചെയ്തത് മജിസ്ട്രേറ്റ്. അതായത് നേരെ നിന്നുകൊണ്ടോ അല്ല ഒരു നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു. അത് നമുക്ക് വിശ്വാസമുള്ളത് കോടതിയിലാണ് വിശ്വാസമുള്ളത്. പോലീസിന്റെ അടുത്ത് യാതൊരുവിധ വിശ്വാസം നമുക്കില്ല. ആ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് കാരണമാണ് നമുക്ക് CCTV വരെ നമ്മള് നഷ്ടപ്പെടുമെന്നുള്ളൊരു സംശയം ഉള്ളതുകൊണ്ടാണ് നമ്മളതുവരെ അത്രയ്ക്കും സൂക്ഷ്മമായിട്ട് അത് സൂക്ഷിക്കേണ്ട കാര്യം നമ്മൾ ചെയ്തത്. അതന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ CCTV ഒരു കാരണവശാലും കിട്ടിയിരുന്നില്ല. വേദനയ്ക്കൊക്കെ കാരണമായ പോലീസുകാർക്കെതിരെ എന്ത് നടപടി വേണം എന്നുള്ളതാണ് സുജിത്തിന്റെ ആവശ്യം. എന്റെ ആവശ്യം ശരിക്കും ഇതിൽ 5 പേരുണ്ട്. 5 പേരുൾപ്പെടെ സർക്കാർ ഉദ്യോഗസ്ഥര് ഉണ്ടാവാൻ പാടില്ല, പിരിച്ചുവിടണമെന്നാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 4 പേരെ പിരിച്ചുവിടണം. അതുപോലെ സർക്കാർ ജീവനക്കാരനായിട്ടുള്ള ഷുഹൈർ, ഡ്രൈവറായിരുന്ന ഷുഹൈർ, ആളിനെയും സർക്കാർ ഉദ്യോഗസ്ഥന്ന് പിരിച്ചുവിടണമെന്നാണ് എന്റെ ആവശ്യം. അതിനു വേണ്ടിയിട്ട് പാർട്ടിപരമായിട്ടുള്ള ഞങ്ങള് ഇപ്പോ തൃശ്ശൂര് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ബാക്കി മറ്റു നേതാക്കന്മാരെ PD സതീശ് ഉൾപ്പെടെ രമേശ് ചെന്നിത്തല എല്ലാവരും നിരന്തരമായിട്ട് വിളിക്കുന്ന ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാവരും, KM ഷാജി ഉൾപ്പെടെ എല്ലാവരും, മാത്യു കുഴൽനാടൻ, മറ്റേ ചാണ്ടി ഉമ്മൻ MLA എല്ലാവരും ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെ ആവശ്യം തന്നെയാണ്. ഉൾപ്പെടെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ട് വരുന്നു, തല്ലുന്നു. അത് ശരി, പോലീസുകാർക്ക് അന്നേരമുണ്ടായ ഒരു ദേഷ്യത്തിന്റെ പേരിൽ മുകളിൽ കൊണ്ടുപോയി മർദ്ദിക്കാം എന്നൊക്കെയുള്ള തീരുമാനം പിന്നെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് സുജിത്ത്? മുകളിൽ കൊണ്ടുപോയി തല്ലാം എന്നുള്ള തീരുമാനമൊക്കെ ഇതൊക്കെ ആരുടെ ഐഡിയ ആയിരുന്നു? അത് ശശിധരനാണ് കറക്റ്റ് ആയിട്ട്. കാരണം ആളാണ് എന്നെ പുറത്ത്, അതായത് CCTV ഇല്ലാത്ത പോർഷനിലേക്ക് ആള് പുറത്തേക്ക് വന്നിട്ട് എന്നെ തല്ലാൻ വരികയും തല്ലുകയും അതിനുശേഷം ആള് മുഖാന്തരമാണ് ശരിക്കും മേലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. കാരണം ആളാണ് ഇതില് പഠിച്ച കള്ളൻ വരെ പറയാം. കാരണം ആളാണ് ഭയങ്കര ദൃശ്യങ്ങൾ വളരെ മാന്യനായി നിന്നു, നോക്കിക്കൊണ്ട് നിന്നു. അതല്ലാതെ കൊണ്ടുപോയി നല്ല രീതിയിൽ തല്ലി അല്ലേ? അതെ അതെ, ആളാണ് ശരിക്കും ഇതില് തല്ലാൻ ഒരു സൂക്ഷ്മമായിട്ട് നല്ലൊരു ആളാണ്. ശരി, വളരെയധികം നന്ദി സുജിത്ത് ഇത്ര ഞങ്ങളോട് സംസാരിച്ചതിന്. സുജിത്തിന് പിരിയാനുള്ള സമയമായിരിക്കുന്നു. ഈ വിഷയം ഇത് ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന് എഴുതി തള്ളുക എന്നുള്ളത് സാധ്യമല്ല എന്നുള്ളത് കൂടിയുണ്ട്. കാരണം അത്രമേൽ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പോലീസുകാർ ബലം പ്രയോഗിക്കുന്നു എന്ന തരത്തിലൊന്നും ഇതിനെ വിചാരിക്കാനോ അങ്ങനെ തള്ളിക്കളയാനോ ഒന്നും കഴിയാത്ത ഒന്നാണ്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി കണ്ടതാണ്. വളരെ നിസ്സഹായനായ ഒരു മനുഷ്യനെ
പിടിച്ച് ബലം പ്രയോഗിച്ച് കൊണ്ടുപോയി നിൽക്കുന്ന ഇടത്ത് കൂട്ടം കൂടി തല്ലുക എന്ന് പറയുന്ന സ്ഥിതിയൊന്നും നിയമപാലനത്തിൽ വെച്ച് പൊറിപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ തന്നെയാണ്. ശ്രീ സക്കറിയ ജോർജ്, ഇത്രയേറെ പരിക്കേൽക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ റിമാൻഡ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളുമായിട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് മജിസ്ട്രേറ്റ് ഇത് റിമാൻഡ് ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ് ജാമ്യം കൊടുക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും ക്രൂരമായ മർദ്ദനം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പരിശോധന നടക്കും, ആരോഗ്യസ്ഥിതി നോക്കും, ഇത് കണ്ടുപിടിക്കപ്പെടും, ഇത് കൂടുതൽ പരാതിയാകും, ഇത് സർക്കാരിന് തന്നെ വലിയ ചീത്തപ്പേരാകും തുടങ്ങിയ വിചാരമൊന്നുമില്ലാതെ ഇത്രയും ഇതൊരു ഫോഴ്സാണ്, അച്ചടക്കമുള്ളൊരു ഫോഴ്സാണ് എന്നൊക്കെയാണല്ലോ വൈപ്പ്. എങ്ങനെയാണ് അതൊക്കെ സാധ്യമാകുന്നത് ഇപ്പോഴും ഈ കാലത്തും? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 78 വർഷം കഴിഞ്ഞു. ഇപ്പോഴും നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഇതുപോലുള്ള ക്രൂരമർദ്ദനങ്ങൾ നടക്കുമ്പോൾ രാജ്യത്തെ നിയമത്തിനും ഭരണഘടനയ്ക്കും നമ്മൾ ഉദ്ദേശിച്ച വാല്യൂസ് ഇല്ല. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടുന്നില്ല. ഇപ്പം സർക്കാർ ഓഫീസുകളിൽ ചെന്നാൽ അഴിമതി, പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ മർദ്ദനം, ഇതെല്ലാം കൊണ്ട് നമ്മളെ ജനങ്ങളെല്ലാം ഒരുമാതിരി ഡീഗ്രേഡഡ് സിറ്റിസണാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായ സന്ദേശത്തിനകത്ത് അദ്ദേഹം പറഞ്ഞു, മനുഷ്യസ്നേഹത്തിൻ്റെ ആഘോഷമാണ് ഓണം. അദ്ദേഹം ആ പറഞ്ഞ വാക്കുകൾക്ക് അർത്ഥമുണ്ട്, ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഞാൻ ആ വാക്ക് അടിവരയിടുവാണ്. അദ്ദേഹം എന്തു ചെയ്യണം? പോലീസ് മനുഷ്യസ്നേഹത്തിൻ്റെ പ്രതീകമാകണമെന്നും പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആൾക്കാരെ ഉപദ്രവിക്കരുതെന്നും അദ്ദേഹം നിർദ്ദേശം കൊടുക്കണം. കാര്യം മുഖ്യമന്ത്രി തന്നെ നായനാർ സാറ് അദ്ദേഹം ഇരുന്നപ്പോഴാണ് ഈ 10 കൽപ്പന വന്നത്. അത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമായിരുന്നു, പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലല്ല ഇത് പ്രദർശിപ്പിക്കണമെന്നും പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ നിർദ്ദേശങ്ങൾ നൽകിയാൽ പോരാ, ലെറ്റർ ആൻഡ് സ്പിരിറ്റിൽ അത് നടപ്പാക്കണം. നമ്മൾ കേരള പോലീസിലെ പോലീസ് ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ നല്ല ദീർഘവീക്ഷണമുള്ളതാണ്. സർക്കുലർ 12/1982 പറഞ്ഞിട്ടുണ്ട്, കസ്റ്റോഡിയൽ ടോർച്ചർ ഇല്ലാതാക്കണമെന്നും കസ്റ്റോഡിയൽ ഡെത്ത് പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. 43 വർഷങ്ങൾക്ക് മുമ്പ് കേരള പോലീസ് ഇറക്കിയതാണ് ആ ഉത്തരവ്. പക്ഷേ SP മാർക്കാണ് അതിൻ്റെ ചുമതല. പക്ഷേ ഇന്ന് ഇതുവരെ ആയിട്ട് കസ്റ്റോഡിയൽ ഡെത്തിൽ ഒരൊറ്റ കേസിൽ പോലും പ്രതികളെ പട്ടികയിൽ SP മാരെ ആക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് SP മാർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല, അവരുടെ അക്കൗണ്ടബിൾ ആയിരിക്കണം. ഒരു ജില്ല ഭരിക്കുന്ന ആള് ഹി ഷുഡ് ബി മേഡ് മോർ അക്കൗണ്ടബിൾ. നമ്മൾ അറിയാം, വരാപ്പുഴ ആള് മാറിപ്പോയി ഇടിച്ചു കൊന്നു, അവിടുത്തെ SP ഒന്നും പറ്റിയില്ല, അയാൾ IG ആയി. അപ്പം അദ്ദേഹം സർവീസിൽ കയറിയത് തന്നെ കൃത്രിമത്തിൽ കൂടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പോലീസിൽ കേസ് വരെ ഉണ്ടായിരുന്നു, PSCയിലും ഒക്കെ അതിൻ്റെ രേഖകളുണ്ട്. അപ്പോൾ ഈ കൃത്രിമം കാണിക്കുന്നവർക്കെല്ലാമാണ് പോലീസിലെ സ്ഥാനങ്ങൾ. ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാരെ കുറേ കഴിയുമ്പോൾ മാറ്റി ട്രാൻസ്ഫർ ചെയ്തത് വലിയൊരു കാര്യമാണെന്നൊക്കെ പറയുന്നു. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം ഇവർ തിരിച്ചു വരുന്നു. പണിഷ്മെൻ്റൊക്കെ നമ്മുടെ സെക്രട്ടേറിയറ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെല്ലാം ലഘൂകരിച്ച് എഴുതി കൊടുത്തിട്ട് അവസാനം നമ്മൾ അടുത്ത പ്രാവശ്യം കേരളപ്പിറവി സമയത്ത് മുഖ്യമന്ത്രിയുടെ അവാർഡ് വാങ്ങിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാം. കാര്യം എത്രയോ അഴിമതിക്കാരെ നമ്മുടെ മുമ്പിൽ രാഷ്ട്രപതി മെഡൽ വാങ്ങിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. ശ്രീ VS അച്യുതാനന്ദൻ നിന്നപ്പോൾ ഒരു ഫയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ പേരിലുള്ള കൈക്കൂലി കാരണം മുഖ്യമന്ത്രി അവാർഡ് തിരിച്ചു വാങ്ങിച്ചു. അപ്പോൾ ഈ പോലീസിനകത്ത് ക്വാളിറ്റി പ്യൂരിറ്റി വേണം, അത് ഹയർ ലെവലിലും വേണം. ഏറ്റവും സത്യസന്ധനായ ഒരാളെ വേണം എൻഫോഴ്സ് ചെയ്യാനുള്ള, നിശ്ചയദാർഢ്യമുള്ളവളെ വേണം സംസ്ഥാന പോലീസ് മേധാവിയാക്കാൻ. പണ്ട് KJ ജോസഫ് സാർ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഈ കിളികൊല്ലൂർ കസ്റ്റഡി കേസ് വരുന്ന സമയത്ത് തന്നെ ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ എങ്ങനെ ഇത് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള സംബന്ധിച്ച് കൃത്യമായ ഉദാഹരണങ്ങളുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ സെക്രട്ടറി ജോർജ്, കിളികൊല്ലൂരിലെ കസ്റ്റഡി മർദ്ദനം അവിടുത്തെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, അതും പാർട്ടിക്കാരായ 2 യുവാക്കൾ വിളിച്ചു വരുത്തി മർദ്ദനം നടത്തിയ സംഭവം. അന്ന് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. കേരളത്തിലെമ്പാടും വലിയ ഒച്ചപ്പാടുണ്ടായി. അത്ര വർഷമൊന്നും ആയിട്ടല്ലോ, 2-3 വർഷം മുമ്പ് മാത്രം സംഭവിച്ചാണ്. ഏതാണ്ട് അതേ കാലയളവിൽ ഒരുപക്ഷെ ആ വാർത്ത വളരെ സജീവമായി നിന്ന സമയത്ത് തന്നെയാണ് ഇതും ഉണ്ടാകുന്നത്. ചോദ്യം ചെയ്യപ്പെടും എന്നൊരു പേടി പോലും ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? അത് നമ്മളുടെ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ അവരുടെ ഉത്തരവാദിത്വം അവർ നിർവഹിക്കാത്തതുകൊണ്ടാണ്. കാര്യം പീരിയോഡിക്കലായിട്ട് അവർ പോലീസ് സ്റ്റേഷൻ സെല്ല് പരിശോധിക്കണം. ഈ റിട്ടയർ ചെയ്തവരുടെ ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററായിട്ടാണ് ഈ മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനൊക്കെ ഇരിക്കുന്നത്. അവരൊന്നും പുറത്തു പോകുന്നില്ല. ഈ സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി ഏൽപ്പിക്കട്ടെ, അവിടെ ഒരു ജില്ലാ ജഡ്ജിൻ്റെ ചാർജിൽ ഇതെല്ലാം ഉണ്ട്. അവർ പോയി പോലീസ് സ്റ്റേഷനൊക്കെ പരിശോധിക്കട്ടെ. മറ്റൊരു റിട്ടയർ ചെയ്തിട്ട്
അനാരോഗ്യം കാരണം അവർക്ക് ഒരിടത്തോട്ടൊന്നും പോകാൻ പറ്റാതെ അവരൊന്ന് അനങ്ങി വരണമെങ്കിൽ തന്നെ സമയമെടുക്കും. ഇത് വിവരാവകാശ നിയമം മഹത്തരമാണ്. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയും മാന്യതയുടെ മുഖവുമായ പരേതനായ മൻമോഹൻ സിംഗിൻ്റെ അദ്ദേഹത്തിൻ്റെ വകയാണ് ഈ RT ആക്ട്. ഇന്ത്യൻ ജനതയ്ക്ക് തന്ന ഏറ്റവും വലിയൊരു സംഭാവനയായിട്ട് കാണാം. അതുള്ളതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ ഈ വിവരം കിട്ടിയത്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് ഇൻഫോംഡ് സിറ്റിസൺറി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇൻഫോംഡ്, ഈ ഇൻഫർമേഷൻ കിട്ടി, പൗരന് ഇത് വാങ്ങിക്കാനുള്ള അവകാശമുണ്ട്. സെക്ഷൻ 8 1J പറയുന്നുണ്ട്, അസംബ്ലി അംഗങ്ങൾക്കും പാർലമെൻറ്റ് അംഗങ്ങൾക്കും കൊടുക്കുന്ന വിവരങ്ങൾ ജനങ്ങൾക്ക് നിഷേധിക്കാൻ പാടില്ല. സെക്ഷൻ 24 പറയുന്നുണ്ട് ഹ്യൂമൻ റൈറ്റ്സും കറപ്ഷനും വിവരങ്ങൾ കൊടുക്കണമെന്ന്. പക്ഷേ വിവരാവകാശ കമ്മീഷൻ ഇതൊക്കെ അവരുടെ രാഷ്ട്രീയ താല്പര്യം കൊണ്ടൊക്കെ അവർ നിഷേധിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇത് ഭാഗ്യത്തിന് കിട്ടിയതാണ് എന്ന് പറയാം. അത് എനിക്ക് തോന്നുന്നു മേൽശാന്തിയൊക്കെ ആയതുകൊണ്ട് ദൈവ ശുശ്രൂഷയായിട്ടും ഒക്കെ ഈശ്വര ശുശ്രൂഷയായിട്ടും പൂജയായിട്ടൊക്കെ നിൽക്കുമ്പം ഒരു ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയാണ്. പിന്നെ അതുപോലെ ഈ മേൽശാന്തിക്ക് നിത്യശാന്തി ഉണ്ടാകാഞ്ഞത് ഇടിയിൽ ഏതെങ്കിലും ഒരെണ്ണം തെറ്റിപ്പോയെങ്കിൽ പിന്നെ ഉദയകുമാറിന് പറ്റിയ പോലെയൊക്കെയുള്ള ഫെയ്റ്റലായിട്ടുള്ള ബ്ലോ ആണെങ്കിൽ തീർന്നു പോയനെ. ഇന്ന് ഈ ചർച്ചയിൽ പോലും അദ്ദേഹം കാണത്തില്ല. മുഖ്യമന്ത്രി പ്രഖ്യാപിക്കണം. ആയുസിന്റെ ബലം കൊണ്ട് ബാക്കിയുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നതാണ്. കൂട്ടം കൂടിയുള്ള മർദ്ദനത്തിനിടയ്ക്ക് അങ്ങ് പറഞ്ഞതുപോലെ ഒന്ന് കൈതെറ്റിപ്പോയാൽ തീർന്നു പോകുന്ന നിസ്സഹായരായ ജീവനുകളായ മനുഷ്യൻ മാറേണ്ടി വരുന്നു, അതും നിയമപാലനത്തിന് നിയോഗിക്കപ്പെട്ടവരുടെ കീഴിൽ എന്നുള്ളതൊക്കെ ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ശ്രീ നസീർ, ഈ നിലയ്ക്ക് അതിപ്പോൾ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്, എന്താണ് മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ളതല്ല. പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഈ ക്രൂരമർദ്ദനത്തിന് പോലീസ് സ്റ്റേഷൻ കാരണമായിട്ടുണ്ട് എങ്കിൽ, നടന്നിട്ടുണ്ടെങ്കിൽ ആ പോലീസുകാരെ പിരിച്ചുവിടണം എന്നുള്ളതാണ്. ജനങ്ങൾക്ക് സുരക്ഷ നൽകാൻ വേണ്ടിയിട്ടാണ് ജോലിയിൽ കയറുന്നത്. അത് കഴിയില്ലെങ്കിൽ അവരെ പിരിച്ചുവിടാൻ കഴിയാത്ത എന്ത് സംരക്ഷണ മനോഭാവമാണ് സേനയ്ക്കും സർക്കാരിനും വേണ്ടത്? മാധു, ഇത് പെട്ടെന്ന് നമ്മൾ പിരിച്ചുവിട്ടാൽ അവർ കോടതിയിൽ പോകും. കോടതിയിൽ പോയി അവർ അനുകൂലമായ വിധിയുമായി അവർ വരും. ഈ സെൻകുമാറിൻ്റെ കേസറിയല്ല, ഒരിക്കൽ ഇതുപോലെ RSS ആയിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് പിരിച്ചുവിട്ട് കോടതിയിൽ പോയി അദ്ദേഹം തിരിച്ച് DGP ആയിട്ട് വന്നൊരു കഥ നമ്മുടെ മുന്നിലുണ്ട്. ഇതിന് സക്കറിയ ജോർജ് സാറിന് അറിയാം. അദ്ദേഹം ഇത് താരതമ്യമില്ലാത്ത കാര്യമാണ്. ഈ പോലീസുകാർ മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളടക്കമുള്ള കാര്യമാണ്. ഇതൊരു ക്രൈമാണ്. ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്തവർക്ക് പോലീസായി തുടരാൻ കഴിയില്ല. തീർച്ചയായിട്ടും സർക്കാർ നടപടിയെടുക്കും. കാരണം ക്രിമിനൽ പശ്ചാത്തലമുള്ള എത്ര പോലീസുകാരെയാണ് ഈ പിണറായി ഗവൺമെന്റ് പിരിച്ചുവിട്ടതെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാർ എങ്ങനെയാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാർ എങ്ങനെയാണ് സേനയുടെ ഭാഗമായിട്ട് ഉണ്ടാവുന്നത്? അത് പിണറായി വെച്ചതല്ലോ. അവരെ PSC ടെസ്റ്റ് എഴുതി PSC ടെസ്റ്റ് എഴുതി പോലീസിൽ വന്ന കഥയൊന്നും പറയാതിരിക്കുന്നതാണ് നല്ല ഓർമ്മയുണ്ടായിരിക്കും. പോലീസിന്റെ PSC ടെസ്റ്റ് എഴുതിയ കഥ ഓർമ്മയുണ്ടല്ലോ അല്ലെ? എങ്ങനെയാണ് സഖാക്കന്മാർ PSC ടെസ്റ്റിൽ എഴുതുന്നതും പോലീസ് സേനയിൽ വന്നതെന്നും ഒക്കെ അതെങ്ങനെ പിന്നീട് ചർച്ചയാവുക? ഇവിടെ ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള അന്വേഷണം കിട്ടണം. അതിന്റെ ക്രിമിനലുകളെ റിക്രൂട്ട് ചെയ്യാൻ സമാന്തര സംവിധാനം ഉണ്ടായിട്ട് പോലീസ് സേന നന്നാക്കി കളയാമെന്ന് വിചാരിക്കുന്നത് എങ്ങനെയാണ്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാധു, ഈ 9 വർഷത്തിനിടയിൽ എൻ്റെ പ്രിയ സുഹൃത്ത് ജിൻസാദ്, പുള്ളി കോൺഗ്രസിന്റെ വക്താവെന്ന് പറഞ്ഞ ചർച്ചയിൽ സംസാരിക്കാൻ എനിക്ക് പുള്ളിയെ പരിചയമില്ല. പുള്ളി ഇവിടെ രാഷ്ട്രീയം കലർത്താൻ പുള്ളി നോക്കുകയാണ്. ആഭ്യന്തരത്തിനെ മോശപ്പെടുത്തി സംസാരിക്കാനാണ് പുള്ളി ശ്രമിക്കുന്നത്. പോലീസുകാരുടെ മേൽ ആരോപണം ഉണ്ടാവുകയും പോലീസുകാർക്ക് മേൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ആഭ്യന്തര വകുപ്പിനെ അല്ലാതെ പിന്നെ ആരെയാണ് കുറ്റം പറയേണ്ടത്? അവിടെയാണ് മാധു, ഈ 9 വർഷത്തിനിടയിൽ എത്ര ലോക്കപ്പ് മർദ്ദനം വളരെ കുറച്ച് നിയമസഭയിൽ പറഞ്ഞ കഥയാണ്, അക്കമാണ് ഞാൻ പറഞ്ഞത്. നിയമസഭയിൽ പറഞ്ഞ എണ്ണമാണ്, നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞ എണ്ണമാണ് ഞാൻ പറഞ്ഞത്. അത് കുറവാണ് എന്ന് പറയുന്നത് എത്ര ലജ്ജാകരമാണ്. കാരണം ഒരെണ്ണം ഉണ്ടായിക്കൂടാ. ഞാനൊരു കാര്യം, UDF രമേശ് ചെന്നിത്തല ലോക്കപ്പ് മർദ്ദനവും അതുപോലെ ലോക്കപ്പ് മർദ്ദനങ്ങളും മറ്റും ഇപ്പൊ ഈ LDF സർക്കാർ വളരെ കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഈ പോലീസിനെ ഒറ്റയടിക്ക് പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല. SP അത് വലിയ കോമഡിയാണ്. എന്താണെന്നറിയാമോ? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, അതായത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞ സർക്കാരിന്റെ ഭൂതാവേശമുള്ളവർ ഇപ്പോഴും സേനയിലുണ്ട് എന്നൊരു പരാമർശം ഉണ്ടായിരുന്നു. ഇപ്പൊ ആരുടെ ഭൂതാവേശമാണ്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഈ പോലീസ്, പഴയ പോലീസ്, ഇടിയാൻ കുട്ടമ്പുള്ള പോലീസിന്റെ ഒക്കെ കാലം കഴിഞ്ഞില്ലേ? ഇന്നിപ്പോ പോലീസ് മാന്യമായിട്ടാണ് പരാതിക്കാരോട് സംസാരിക്കുന്നത്. ഈ 4 ഇടിയം കുട്ടമ്പിള്ളമാരെയാണ് കേരള പോലീസ്. ഈ 4 ഇടിയം കുട്ടമ്പിള്ള പോലീസുമാരെയാണ് ഇപ്പോൾ കേരള പോലീസ് പോറ്റുന്നത്. എന്നിട്ട് ഇരുന്ന് പറഞ്ഞുകൊണ്ട് കാലം കഴിഞ്ഞു എന്ന് പറയാൻ നമുക്ക് കുറച്ച് ലജ്ജ വേണ്ടേ? നടപടി എടുത്തില്ലേ? ഇത് ആദ്യം ഈ 2 വർഷം എന്നുള്ള വീഡിയോയിൽ ഇപ്പൊ അത് വന്നപ്പോ തന്നെ അവരെ സ്ഥലം മാറ്റി. സ്ഥലം മാറ്റുന്നത് ചെറിയ ശിക്ഷയല്ല.
വലിയ ശിക്ഷ തന്നെയാണ്. അവർ മറ്റൊരു സ്റ്റേഷനിൽ പോകുക, പിന്നെ ഭാര്യ മക്കളെയും എല്ലാം അവിടെ കൊണ്ടുപോകുന്നവർ, അത് ശിക്ഷ തന്നെയാണ്. ഇനിയിപ്പോ ഈ വീഡിയോ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ അത് അന്വേഷിക്കണം. ഈ വീഡിയോ പുറത്തു വന്നത് എങ്ങനെയാണ്? നേരത്തെ സുജിത്ത് എന്ന് പറയുകയാണ്, അവിടെ ഈ കേരളത്തിലുള്ള സകല പോലീസ് സ്റ്റേഷനിലും CCTV ദൃശ്യങ്ങൾ അടിച്ചുപോയി എന്ന് പറയുക. അവിടെ പോക്സോ കേസ് എങ്ങനെ രാത്രി 12 വരെയ്ക്ക് വിളിച്ചുകൊണ്ട് പോയപ്പോൾ പോക്സോ കേസ് പ്രതികൾ അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരും എന്നുള്ളത് കൊണ്ട് പറ്റില്ല. ഇങ്ങനെ പച്ചക്കള്ളം ജനങ്ങൾക്ക് മുന്നിൽ നിയമ സംവിധാനത്തിലൂടെ പറയാൻ കഴിയുന്ന പോലീസുകാരാണോ? ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിയും വിവേകമുള്ള പോലീസ് നമ്മളെ കേരള പോലീസാണെന്ന് എല്ലാവരും സമ്മതിച്ചതാണ്. ഈ പോലീസിനെ ഒന്നടങ്കം നമ്മൾ അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. ലോകത്തുള്ള എല്ലാ പോലീസ് സംവിധാനത്തിലെയും ബുദ്ധി പരീക്ഷയൊന്നും ഇവിടെ നടത്തിയിട്ടില്ല. ഇവിടെ എന്തെങ്കിലും ഇല്ല, ഇവിടെ ഇത്തരത്തിലുള്ള മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും. അതിൽ കൃത്യമായ നടപടി വേണമെന്ന് പ്രതിപക്ഷമടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ് പോലീസ് സംവിധാനം. ജനങ്ങളുടെ ജീവനും സുരക്ഷയും ആരോഗ്യവും കവർന്നെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടുക എന്ന് പറയുന്നത് പൗരന്മാരുടെ ആവശ്യമാണ്. ആ ആവശ്യം ആഭ്യന്തര വകുപ്പിന് മുന്നിൽ വെക്കുന്നു. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.